ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഈദ് ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് നേരത്തെ തന്നെ ഈ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. ഞങ്ങൾ നേരെ പോയത് കൊല്ലം മയത്തിലുള്ള സുർമ വെഡ്ഡിങ്സിലാണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. എന്നും പുതിയ പുതിയ കളക്ഷൻസ് ഇടുമ്പോൾ വിചാരിക്കും ഈ ഷോപ്പിൽ എന്തായാലും ഒന്ന് വരണമെന്ന്. ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നുഴഞ്ഞു പോയി 3-4 സെറ്റ് ചുരിദാർ ഒപ്പിച്ചുകൊണ്ട് വന്നു. ഓരോന്ന് ഇക്കായി വെച്ച് കാണിച്ചു, ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇക്കൊന്ന് സെലക്ട് ചെയ്തു. അത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഈ ചുരിദാറാണ് വാങ്ങിച്ചത്. ഇവിടെ അടിപൊളി കളക്ഷൻ ആട്ടോ, പക്ഷേ പെരുന്നാളായതുകൊണ്ട് ഒട്ടുമിക്ക കളക്ഷൻസും സോൾഡ് ഔട്ട് ആയിപ്പോയി. കുഞ്ഞു മക്കൾക്കൊക്കെ പറ്റിയ അടിപൊളി ഫ്രോക്കുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ഷർട്ട് മോഡലുള്ള ടോപ്സും ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻ ആട്ടോ ഇവിടെ ഉള്ളത്. കോട്ട് സെറ്റിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട് ഇവിടെ. ലോങ് ടോപ്സിൻ്റെയും ഷോർട്ട് ടോപ്സിൻ്റെയും ഇന്നർ മോഡലും എല്ലാം ഉണ്ട്. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം പറ്റിയ അടിപൊളി കളക്ഷനുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം അഫോർഡബിൾ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചുരിദാറൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് കൊല്ലം രണ്ടാംകുറ്റിലുള്ള സ്റ്റുഡിയോയിലോട്ടാണ്. എന്തായാലും ഇറങ്ങിയതല്ലേ, എല്ലാ ഷോപ്സിലും ഒന്ന് കയറി ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പെരുന്നാളായതുകൊണ്ട് അവിടുത്തെയും സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ പോയത് കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനാണ്. അവസാനം കിട്ടിയതൊക്കെ എടുത്തോണ്ടെങ്കിൽ പോയിരുന്നു. പിന്നെ ചിന്നക്കടയിൽ കൊല്ലം പോപ്സിയിൽ പോയി ഷേക്ക് കുടിച്ചു. എനിക്കിവിടുത്തെ അവക്കാഡോ ഷേക്ക് ആട്ടോ ഫേവറേറ്റ്, പക്ഷേ ഇന്നും അത് കിട്ടിയില്ല. അതുകൊണ്ട് മാംഗോ ഷേക്ക് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അവിടുന്ന് നേരെ പോയത് കൊല്ലം കൊട്ടിയത്തുള്ള സിംലയിലാക്കാണ്. കുറച്ച് വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്. പിന്നെ സാവിക്ക് ഞാൻ ഡ്രസ്സ് നോക്കുവാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അതുപോലെ ഡ്രസ്സെല്ലാം വാരിയിട്ടേക്കാണ്, ക്ഷമയോടുകൂടി നോക്കിയെടുക്കണം. അതുമാത്രമല്ല, ഭയങ്കര ചൂടായിരുന്നു. എങ്ങനെയെങ്കിലും ഡ്രസ്സെടുത്ത് പുറത്തിറങ്ങിക്കോളാൻ വയ്യായിരുന്നു. അങ്ങനെ മെല്ലെ സാധനത്തിലെല്ലാം പറക്കിയിട്ട് നോക്കുവാണ്. പിന്നെ എനിക്കുള്ള നൈറ്റ് ഡ്രസ്സ് നോക്കാൻ പോയി. അപ്പോഴേക്കും സാവി പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങില്ല, എൻ്റെ ഒക്കത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ അവനെ വിളിച്ചുകൊണ്ട് ഒരുവിധം എല്ലാം സെലക്ട് ചെയ്ത് ബില്ലടിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിക്കാൻ ഒരു ഫാൻസി കടയിൽ കയറി. അങ്ങനെ ഫാൻസി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ലതായിട്ട് ക്ഷീണിച്ചു, ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ പോയി നല്ല തണുത്ത സോഡാ നാരങ്ങ വാങ്ങിച്ചു കുടിച്ചു. അതുകൂടെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എൻ്റെ ചാനൽ എല്ലാവരും തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.